ഹായ് എവരി വൺ, വെൽക്കം ടു PK ടോക്സ്. ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെ കോഴ്സസിൻ്റെ കൺസോൾട്ടേറ്റ് മാർക്ക് ലിസ്റ്റ്, പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇവ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയറും ചെയ്യണം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ എക്സാം ഫീ അടച്ച സമയത്ത് കൺസോൾട്ടേറ്റ് മാർക്ക് ലിസ്റ്റിൻ്റെയും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിൻ്റെയും ഫീസ് അടച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ഈ രണ്ട് സർട്ടിഫിക്കറ്റും, അതായത് കൺസോൾട്ടേറ്റ് മാർക്ക് ലിസ്റ്റും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ കോളേജിൽ നിന്നും വാങ്ങാവുന്നതാണ്. ഒരുപക്ഷെ നിങ്ങൾ ഫീസ് അടച്ചിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിൽ നിന്നും ഈ രണ്ട് സർട്ടിഫിക്കറ്റും കിട്ടുന്നില്ല എങ്കിൽ മാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നത് പോലെ കൺസോൾട്ടേറ്റ് മാർക്ക് ലിസ്റ്റിനും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിനും വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്. ഡിഗ്രി സർട്ടിഫിക്കറ്റിന് എല്ലാവരും ഈ പറയുന്ന രീതിയിൽ തന്നെ ഫീസ് അടച്ച് അപ്ലൈ ചെയ്യണം. ഓക്കെ, ഇനി വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമേ നമുക്ക് കൺസോൾട്ടേറ്റ് മാർക്ക് ലിസ്റ്റിന് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നതിനെക്കുറിച്ച് നോക്കാം. കൺസോൾട്ടേറ്റ് മാർക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് സെമസ്റ്റർ സ്കീമുള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ആനുവൽ സ്കീംകാർക്ക് ഇത് ബാധകമല്ല. കൺസോൾട്ടേറ്റ് മാർക്ക് ലിസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ കയ്യിൽ കരുതേണ്ട അല്ലെങ്കിൽ അയക്കേണ്ട ഡോക്യുമെൻറ്റ്സ് ഇതൊക്കെയാണ്. ഒന്നാമത്തത് ആപ്ലിക്കേഷൻ ഫോം. ഈ ആപ്ലിക്കേഷൻ ഫോം 25 രൂപ കൊടുത്ത് യൂണിവേഴ്സിറ്റിയുടെ കൗണ്ടറിൽ നിന്നോ ഇൻഫർമേഷൻ സെൻറ്ററുകളിൽ നിന്നോ നമുക്ക് വാങ്ങാം. അതല്ല എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ തന്നെയുള്ള ഈ ലിങ്കിൽ, അതായത് kerala.university.ac.in ആപ്ലിക്കേഷൻ ഫോം എന്ന ലിങ്കിൽ കയറി ഫോം ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. എങ്ങനെയാണേലും ഈ ആപ്ലിക്കേഷൻ ഫോം കൃത്യമായി ഫില്ല് ചെയ്യുക. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിനകത്ത് ചോദിച്ചിട്ടുള്ളത്, അത് കൃത്യമായിട്ട് ഫിൽ ചെയ്യുക. രണ്ടാമത്തെ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഫീ റെസിപ്റ്റ്. ഫീസ് അടയ്ക്കാനുള്ള രണ്ട് മാർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ യൂണിവേഴ്സിറ്റിയുടെ കൗണ്ടറിൽ പോയി ഫീസ് അടയ്ക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ലിങ്കിൽ കയറി ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കാം. ഫീസ് അടയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങോ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഒക്കെ യൂസ് ചെയ്യാം. ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ചെല്ലാൻ യൂസ് ചെയ്തോ നിങ്ങൾ ഫീസ് അടച്ചതിന് ശേഷമുള്ള ആ റെസിപ്റ്റാണ് രണ്ടാമത്തെ ഡോക്യുമെൻറ്റ്. മൂന്നാമത്തെ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലാസ്റ്റ് പാസ്സായ സെമ്മിൻ്റെ മാർക്ക് ഷീറ്റ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്ന് പ്രിൻ്റ് എടുക്കാൻ പറ്റും. നാലാമത്തെ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഒരു കവറാണ്. 22 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച സെൽഫ് അഡ്രസ്ഡ് കവർ. ഈ കവറിനകത്ത് അഡ്രസ്സ് കൃത്യമായിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. കാരണം ഈ കവർ വഴിയിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ ഈ കവറിനകത്തുള്ള അഡ്രസ്സിലോട്ടാണ്, അല്ലെങ്കിൽ ഈ കവർ യൂസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഈ മാർക്ക് ലിസ്റ്റ് വരുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് അഡ്രസ്സ് എഴുതിയ കവർ, 22 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച കവർ, ഈ 4 ഡോക്യുമെൻറ്റ്സ് ആണ് കൺസോൾട്ടേറ്റ് മാർക്ക് ലിസ്റ്റിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ വെക്കേണ്ടത്. ഇനി ഇതിൻ്റെ ഫീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഡിഗ്രി പാസ്സായി ഒരു വർഷത്തിന് ഉള്ളിലാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 105 രൂപയാണ് ഫീസ്. ഈ 105 രൂപ എന്ന് പറയുന്നതിനകത്ത് 25 രൂപ ആപ്ലിക്കേഷൻ ഫോമിൻ്റെയും കൂടെ ചേർത്തിട്ടുള്ളതാണ്. ഒരു വർഷം കഴിഞ്ഞ് 5 കൊല്ലത്തിനിടയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഫീസ് 185 രൂപയാണ്. അതുപോലെ 5നും 10നും ഇടയിൽ ഒരു വർഷത്തിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫീസ് 340 രൂപയാകും. 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫീസ് 550 രൂപയാകും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കൺസോൾട്ടേറ്റ് മാർക്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ടത്. ഇതിനകത്ത് ഈ രണ്ട് അഡ്രസ്സ് ഓർത്തിരിക്കുക. ഫോം ഡൗൺലോഡ് ചെയ്യാനുള്ള ഈ ലിങ്കും ഓൺലൈൻ പേയ്മെൻറ്റ് നടത്താനുള്ള ഈ ലിങ്കും. ഇനി ഇങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ ഫുൾ ഡോക്യുമെൻ്റ്, അതായത് ഈ പറഞ്ഞ 4 ഡോക്യുമെൻറ്റും ചേർത്ത് നമ്മൾ അയക്കേണ്ടത് കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ്റെ അഡ്രസ്സിലാണ്. അതിൽ ഒന്നുകിൽ പോസ്റ്റലിൽ അയക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ തപാലിൽ അവിടെ വെച്ചിരിക്കുന്ന ബോക്സിൽ കൊണ്ടുവന്നിടാം. പോസ്റ്റലിലാണ് നമ്മൾ അയക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അഡ്രസ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഈ വെബ്സൈറ്റുകളുടെ അഡ്രസ്സും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിന് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നതിനെക്കുറിച്ച് നോക്കാം. ഇത് ഞാനിവിടെ 2 രീതിയിലാണ് പറയുന്നത്. ഒന്ന് സെമസ്റ്റർ സ്കീമും, രണ്ടാമത്തത് ആനുവൽ സ്കീമും. സം സ്കീംകാർക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടുന്ന ഡോക്യുമെൻറ്റ്സ് ഇതൊക്കെയാണ്. ഒന്നാമത്തത് ആപ്ലിക്കേഷൻ ഫോം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 25 രൂപ അടച്ച് യൂണിവേഴ്സിറ്റിയുടെ കൗണ്ടറിൽ നിന്നോ, അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തോ ഈ ഫോം നമുക്ക് യൂസ് ചെയ്യാം. ഫോമിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി ഫില്ല് ചെയ്യുക. രണ്ടാമത് വേണ്ടുന്ന ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഫീ റെസിപ്റ്റാണ്.
രണ്ട് രീതിയിൽ ഫീസ് അടയ്ക്കാം. ഒന്നുകിൽ യൂണിവേഴ്സിറ്റിയുടെ അക്കൗണ്ടിൽ പോയി ഫീസ് അടയ്ക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ലിങ്കിൽ കയറി ഓൺലൈനായി ഫീസ് അടയ്ക്കാം. ഇൻ്റർനെറ്റ് ബാങ്കിങ്ങോ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഒക്കെ യൂസ് ചെയ്ത് ഫീസ് അടയ്ക്കാം. അങ്ങനെ ഫീസ് അടച്ചതിന് ശേഷമുള്ള റെസിപ്റ്റാണ് രണ്ടാമത്തെ ഡോക്യുമെൻറ്റ്. മൂന്നാമത്തെ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് കൺസോൾഡേറ്റ് മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പിയാണ്. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കൺസോൾഡേറ്റ് മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ പ്രിൻ്റ് ഔട്ട് ആയാലും മതിയാകും. നാലാമത്തെ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ 22 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച സെൽഫ് അഡ്രസ്ഡ് കവറാണ്. അഡ്രസ്സ് കൃത്യമായിരിക്കണം. ഈ അഡ്രസ്സിലേട്ടായിരിക്കും ഈ സർട്ടിഫിക്കറ്റ്, പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് നമുക്ക് വരുന്നത്. അതുകൊണ്ട് അഡ്രസ്സ് കൃത്യമായിട്ട് ഫില്ല് ചെയ്ത എഴുതിയ കവറായിരിക്കണം. 22 രൂപയുടെ സ്റ്റാമ്പും ഒട്ടിച്ചിട്ടുണ്ടാവണം. നാലാമത്തെ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ലോ കോഴ്സസ് പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. അവർ SSLC സർട്ടിഫിക്കറ്റ് അതേപോലെ +2 സർട്ടിഫിക്കറ്റിൻ്റെയും കോപ്പി വെക്കണം. അപ്പോൾ ഇത്രയുമാണ് സെംകാർക്ക് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ കയ്യിൽ വെക്കരുതേണ്ട അല്ലെങ്കിൽ അയക്കേണ്ടുന്ന ഡോക്യുമെൻറ്റ്സ്. ഇനി ഇവരുടെ ഫീസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ കോഴ്സ് പാസ്സായതിന് ശേഷം 6 മാസത്തിനുള്ളിലാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 165 രൂപയാണ് ഫീസ്. ഈ 165 രൂപയ്ക്കകത്ത് ആപ്ലിക്കേഷൻ ഫോമിൻ്റെ 25 രൂപയും കൂടെ വരുന്നുണ്ട്. 6 മാസം കഴിഞ്ഞിട്ടാണ് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫീസ് 235 രൂപയാകും. ഓക്കെ. ഇനി ആനുവൽ സ്കീമിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വേണ്ടുന്ന ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫോം വേണം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഫീ റെസിപ്റ്റ് വേണം, അതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. കോപ്പി ഓഫ് ഓൾ മാർക്ക് ലിസ്റ്റാണ്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ സെംകാർക്ക് കൺസോൾഡേറ്റ് മാർക്ക് ലിസ്റ്റ് ആയിരുന്നു. ഈ കൺസോൾഡേറ്റ് മാർക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന സംഭവം ആനുവൽ സ്കീംകാർക്ക് ഇല്ല. അവിടെ 3 ഇയറിലും ഓരോ മാർക്ക് ലിസ്റ്റാണ്. ആ 3 മാർക്ക് ലിസ്റ്റുമാണ് ആനുവൽ സ്കീംകാർ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ വെക്കേണ്ടുന്ന കോപ്പി. ഓക്കെ. ഇനി അതേപോലെ തന്നെ അടുത്ത ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ SSLCയുടെയും +2ൻ്റെയും സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി. അടുത്തത് 22 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച സെൽഫ് അഡ്രസ്ഡ് കവർ. ആനുവൽ സ്കീംകാരുടെ ഫീസ് ഇങ്ങനെയാണ് പറയുന്നത്. 6 മാസത്തിൽ കോഴ്സ് പാസ്സായതിനു ശേഷം 6 മാസത്തിനുള്ളിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 100 രൂപ ഫീസ്. 6 മാസം കഴിഞ്ഞിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 175 രൂപയാണ് ഫീസ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഡോക്യുമെൻറ്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ്റെ മുന്നിലാണ്. അത് പോസ്റ്റിലാണ് അയക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ലിങ്കല്ല, അഡ്രസ്സ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അല്ല, യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ്റെ മുന്നിലുള്ള ബോക്സിൽ കൊണ്ടുവന്ന് ഇടുക. ഓക്കെ. അടുത്ത നമുക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റിന് എങ്ങനെ അപ്ലൈ നോക്കാം. ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ കയ്യിൽ കരുതേണ്ട ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ അയക്കേണ്ട ഡോക്യുമെൻറ്റ്സ് ഇതൊക്കെയാണ്. 1, ആപ്ലിക്കേഷൻ ഫോം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 25 രൂപ ഫീസ് അടച്ച് യൂണിവേഴ്സിറ്റിയുടെ കൗണ്ടറിൽ നിന്ന് നമുക്ക് വാങ്ങാം, അല്ലെങ്കിൽ ഇൻഫർമേഷൻ സെൻറ്ററുകളിൽ നിന്ന് വാങ്ങാം. അല്ലെന്നുണ്ടെങ്കിൽ ഈ ലിങ്കിൽ കയറി ഡൗൺലോഡ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്ത ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഫീ റെസിപ്റ്റാണ്. നമുക്ക് 2 രീതിയിൽ ഫീസ് അടയ്ക്കാം. കൗണ്ടറിൽ ചെന്നടയ്ക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഈ അഡ്രസ്സ് വഴി ഓൺലൈനായിട്ട് അടയ്ക്കാം. ഇൻ്റർനെറ്റ് ബാങ്കിങ്ങോ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ യൂസ് ചെയ്യാം. അതിനുശേഷമുള്ള ഫീസിൻ്റെ റെസിപ്റ്റാണ് രണ്ടാമത്തെ ഡോക്യുമെൻറ്റ്. മൂന്നാമത്തെ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയാണ്. നാലാമത്തെ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ കൺസോൾഡേറ്റഡ് മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പിയാണ്. അത് സെമസ്റ്റർ സ്കീംകാർക്കാണ് കൺസോൾഡേറ്റഡ് മാർക്ക് ലിസ്റ്റ്. ആനുവൽ സ്കീമാണെന്നുണ്ടെങ്കിൽ 3 ഇയറിലെ മാർക്ക് ലിസ്റ്റാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ കോപ്പി. അടുത്ത ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് SSLC സർട്ടിഫിക്കറ്റും +2ൻ്റെ സർട്ടിഫിക്കറ്റും അതിൻ്റെ കോപ്പി. അടുത്ത ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഇത് PGക്കാരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. PGയുടെ സർട്ടിഫിക്കറ്റിനാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വേണം. ഡിഗ്രിക്കാർക്ക് അത് ബാധകമല്ല. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റാണ് ഡിക്ലറേഷൻ ഫോം. നമ്മളൊരു വെള്ള പേപ്പറിൽ നമ്മളായിട്ട് എഴുതുന്ന ഒരു ഡിക്ലറേഷനാണ്. അതിനകത്ത് പറയേണ്ടത് ഇതാണ്: നമ്മുടെ ഫൈനൽ മാർക്കിൻ്റെ കൂടെ ഇനി പുതിയ മാർക്കൊന്നും ആഡ് ചെയ്യാനില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഡിക്ലറേഷനാണ്. അതിനകത്ത് കാണിക്കേണ്ട ഈ കാര്യങ്ങളാണ്: റീവാല്യൂഷൻ, ഇംപ്രൂവ്മെൻറ്റ്, സ്ക്രൂട്ടിനി, സപ്ലിമെൻ്ററി, ഗ്രേസ് മാർക്ക്. ഇങ്ങനെയുള്ള ഒരു മാർക്കും ഇനി ആഡ് ചെയ്യാനില്ല എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു ഡിക്ലറേഷൻ വെള്ള പേപ്പറിൽ നമ്മൾ തനിയെ എഴുതുക. അതിന് പ്രത്യേകിച്ച് ഫോർമാറ്റൊന്നുമില്ല. ഞാൻ ഒന്നുകൂടെ പറയാം.
ഈ പറയുന്ന കാര്യങ്ങൾ അതിനകത്ത് നോട്ട് ചെയ്യുക. റീവാലുവേഷൻ, ഇംപ്രൂവ്മെൻറ്റ്, സ്ക്രൂട്ടിനി, സപ്ലിമെൻ്ററി, ഗ്രേസ് മാർക്ക് ഇങ്ങനെയുള്ള മാർക്കുകളൊന്നും ആഡ് ചെയ്യാനില്ല, ഫൈനൽ മാർക്കിൻ്റെ കൂടെ ആഡ് ചെയ്യാനില്ല എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു ഡിക്ലറേഷൻ. ഇത്രയുമാണ് ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അയക്കേണ്ട ഡോക്യുമെൻറ്റ്സ്. ഇനി നമുക്ക് ഇതിൻ്റെ ഫീസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓരോ കോഴ്സിനും ഓരോ രീതിയിലാണ് ഫീസ്. ആദ്യത്തെ BA, BSc, BCom, BBA, BCA ഇങ്ങനെയൊക്കെയുള്ള നോൺ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ഫീസ് 395 രൂപയാണ്. ഇത് ഞാൻ ഈ പറയാൻ പോകുന്ന ഫീസുകളെല്ലാം ഡിഗ്രി സർട്ടിഫിക്കറ്റ് പാസ്സായതിനു ശേഷം 1 വർഷത്തിനുള്ളിൽ തന്നെ അപ്ലൈ ചെയ്യുകയാണെങ്കിലുള്ള ഫീസാണ്. 1 വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ ഫീസ് മാറും. അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ അതിൻ്റെ ഫീസിൻ്റെ സ്ട്രക്ചർ പറയാം. അടുത്ത കോഴ്സ് പറയുന്നത് വെച്ചാൽ BTech, BSc നേഴ്സിംഗ്, LLB, B.Ed ഇങ്ങനെയുള്ള പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുമ്പോഴുള്ള ഫീസ് 500 രൂപയാണ്. ഈ ഫീസുകളിലെല്ലാം 25 രൂപ ആപ്ലിക്കേഷൻ ഫോമോടെ ചേർന്നുള്ള ഫീസുകളാണ്. അടുത്ത MA, MSc, MCom ഇങ്ങനെയുള്ള PG കോഴ്സുകൾ, നോൺ പ്രൊഫഷണൽസ് ആയിട്ടുള്ള PG കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യുമ്പോഴുള്ള ഫീസ് 500 രൂപയാണ്. അടുത്തത് MTech, MSc നേഴ്സിംഗ്, MCA, MBA ഇങ്ങനെയൊക്കെയുള്ള പ്രൊഫഷണൽ കോഴ്സിൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുമ്പോഴുള്ള ഫീസ് 700 രൂപ. MPhil ആണെന്നുണ്ടെങ്കിൽ 700 രൂപ. ഡിപ്ലോമയാണെന്നുണ്ടെങ്കിൽ 225 രൂപ. PhD സർട്ടിഫിക്കറ്റിനാണെന്നുണ്ടെങ്കിൽ 825 രൂപ. അപ്പോൾ ഓർക്കുക, ഇതെല്ലാം 1 വർഷത്തിനുള്ളിൽ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. പാസ്സായി 1 കൊല്ലത്തിനുള്ളിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ മാത്രമാണ് ഈ ഫീസ്. 1 കൊല്ലം കഴിഞ്ഞാണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫീസിൽ മാറ്റം ഉണ്ടാവും. അത് ഞാനിവിടെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ട്, അങ്ങനെ ആരെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, നോട്ട് ചെയ്യാം. ഇനി ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് എല്ലാം എവിടെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അതായത് കൺസോളിഡേറ്റ് മാർക്ക് ലിസ്റ്റിൻ്റെയും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിൻ്റെയും കേസിൽ പറഞ്ഞതുപോലെ തന്നെ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ്റെ മുന്നിലേക്കാണ് നമ്മളിത് കൊടുക്കേണ്ടത്. അത് നമുക്ക് പോസ്റ്റലിൽ അയക്കാം, അല്ലെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് അവിടെയുള്ള ബോക്സിൽ നിക്ഷേപിക്കാം. പോസ്റ്റലിലാണ് അയക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അഡ്രസ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കുക. അതേപോലെ തന്നെ ഞാൻ ഇവിടങ്ങൾ പറഞ്ഞിട്ടുള്ള ഈ 2 ലിങ്കിൻ്റെയും ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ ഈ 2 ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഫോമിലോട്ട് അല്ലെങ്കിൽ പേയ്മെൻറ്റിലേക്കും ഈ പറഞ്ഞിരിക്കുന്ന ഫോം ഡൗൺലോഡ് ചെയ്യേണ്ട പേജിലേക്കും നിങ്ങൾക്ക് പോകാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ കൊണ്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റിന് എങ്ങനെ അപ്ലൈ ചെയ്യാം, കേരള യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.